നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നിസ്വാർത്ഥ മാധ്യമ പ്രവർത്തനത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും പ്രതീകമായ EN24ന്റെ ജീവകാരുണ്യ വിഭാഗമായ സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാം വാർഷികാഘോഷവും മാധ്യമ പ്രവർത്തകർക്കുള്ള ഓണക്കിറ്റ് വിതരണവും. സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് വാർഷികം പ്രമാണിച്ച് ഇവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ VS ശിവകുമാർ. എക്സ് ആരോഗ്യമന്ത്രിയായിരുന്നു, ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹവുമായി എനിക്ക് ദീർഘകാലത്തെ ഒരു ബന്ധമുണ്ട്. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ വീക്ഷണത്തിൽ 2005 അവിടെ ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാർത്തകളും ഞാനത് സസൂക്ഷ്മം നിരീക്ഷിച്ച് നല്ല രീതിയിൽ കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റിയില്ല. അദ്ദേഹം തിരക്കായിപ്പോയി. പിന്നെ ഉള്ളത് ശ്രീ വിജയൻ തോമസ് സാറാണ്. അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി ഒരുപാട് അടുപ്പമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇവിടെ PMGയിൽ ഒരു സ്ഥാപനമുണ്ടായിരുന്നു. അവിടെ വെച്ച് തുടങ്ങിയ പരിചയമാണ്. പിന്നെ അദ്ദേഹത്തെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാജൻ വെള്ളൂർ അദ്ദേഹം മാനേജിംഗ് ഡയറക്ടർ പ്രൈം ബിൽഡേഴ്സിന്റെ ഓണറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ ഗവൺമെന്റ് കോളേജിലെ R ഹരികൃഷ്ണൻ സാറിനെയും അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. മനോജ് PR അഡ്മിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസി, മാൻ പവർ കൺസൾട്ടൻസിയാണ്. അത് UK അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് ആളിനെ അയക്കുന്ന ഒരു കൺസൾട്ടൻസിയാണ്. അദ്ദേഹത്തെയും നമ്മുടെ സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട EN24 ന്യൂസ് ചാനൽ മാനേജിംഗ് ഡയറക്ടർ, സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകനുമായ രമേശ് P. ദേവ് അവർകളെ ക്ഷണിക്കുന്നു. സർ പ്ലീസ്. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. വലിയൊരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. EN24 ചാനലിൻ്റെ ഭാഗമായ സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ 7ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിനോടൊപ്പം മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയും സന്തോഷവും പങ്കിടുക എന്നതാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ചാനലിൻ്റെ വിവിധ പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ഓരോ ജീവിതങ്ങളും ജീവിത സാഹചര്യങ്ങളും കണ്ടറിഞ്ഞതിലൂടെയാണ് സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ആശയവുമായി ഞങ്ങൾ മുന്നിലേക്ക് വന്നത്. സ്നേഹദൂത് എന്ന ചാരിറ്റി പ്രോഗ്രാമിലൂടെ കണ്ടെത്തുന്ന സമൂഹത്തിലെ നിർധരായവർക്ക് ആവശ്യമായ ധനസഹായം, മരുന്നുകൾ, വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷണ കിറ്റുകൾ, വിവാഹ ധനസഹായം എന്നിവ കഴിഞ്ഞ 7 വർഷമായി സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തു വരികയാണ്. 350ഓളം ഓണക്കിറ്റ് ഈ ഓണത്തിന് ഞങ്ങൾ നിർധരായവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും ഓണക്കിറ്റ് നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യക്തിത്വം പ്രകടിപ്പിച്ചവർക്കും മാധ്യമ പ്രവർത്തന മേഖലയിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച സഹപ്രവർത്തകരെ ഈ വേദിയിൽ ആദരിക്കുന്നു. സ്നേഹദൂത് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ മനസ്സിലോട്ട് ഓടി വന്നത് നമ്മുടെ ശിവകുമാർ സാറിനെയും വിജയൻ തോമസ് സാറിനെയും മുഖമാണ്. കാരണം ഞങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒപ്പം നിൽക്കുന്ന ഒരു ആവശ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കേൾക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്ന ഈ ഓണത്തിരക്കുകൾക്കിടയിലും ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നതിനുള്ള സന്തോഷം ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. എല്ലാവർക്കും നന്ദി. KSU വഴി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് യൂത്ത് കോൺഗ്രസിലൂടെ ഉയർന്നു വന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി മികവുറ്റ രീതിയിൽ നയിച്ച ബഹുമാനപ്പെട്ട മുൻ മന്ത്രി VS ശിവകുമാർ അവരെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ള എൻ്റെ സുഹൃത്ത് EN24 ന്യൂസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ രമേശ് P. ദേവ്, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ
പ്രിയപ്പെട്ട ശ്രീ മനോജ് വാസുദേവ്, മാനേജിംഗ് ഡയറക്ടർ മഹാത്മാ ന്യൂസ്, മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായ ശ്രീ വിജയൻ തോമസ്, ആശംസകൾ നേരാൻ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ സാജൻ വെള്ളൂർ, ശ്രീ രാജൻ RCC, ശ്രീ റനി രമേശ്, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവർ, ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ EN24 ന്യൂസ് എന്ന് പറയുന്ന ചാനൽ 10 വർഷം പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് EN24 ന്യൂസിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനമായ സ്നേഹദൂത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ 7 വർഷമായി നടന്നു വരികയാണ്. സ്ഥാപനവുമായിട്ട് എനിക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ രമേശുമായി എൻ്റെ ഉദ്ഘാടന ചടങ്ങ് മുതൽ എല്ലാ വർഷവും അദ്ദേഹം എന്നെ വിളിക്കും. ഈ പരിപാടികളിൽ എല്ലാത്തിലും ഞാൻ കൃത്യമായി പങ്കുചേർന്നിട്ടുണ്ട്. ഒരു ആത്മബന്ധമാണ് രമേശുമായിട്ട് ഈ കാര്യത്തിൽ എനിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യം വളരെ ഈ തുടക്കത്തിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം ഈ ചാനലിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓണക്കാലത്ത് എല്ലാ വർഷവും വളരെ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിൽ ഒരു സ്നേഹദൂത് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള ഒരു വലിയ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളും നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യമാണ്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഓണം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഇവിടെ കുറച്ച് താമസിച്ചു, അതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരുടെയും ക്ഷമ ചോദിക്കുകയാണ്. കുറേ അധികം പരിപാടികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ജനപ്രതിനിധിയോ MLA ഒന്നും അല്ലായിരുന്നാൽ പോലും കുറേ ആളുകൾ ഇതുപോലെ നമ്മുടെ പല പരിപാടികൾ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറച്ച് താമസിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ഈ ചാരിറ്റബിൾ ആയിട്ടുള്ള പ്രവർത്തനം, സാമൂഹിക പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഓണക്കാലം എന്നുള്ളതാണ്. ഓണം നൽകുന്ന മഹത്തായ ഒരു സന്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യരെല്ലാം തുല്യരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓണം മഹോത്സവം. അത് നാടിൽ എമ്പാടും വലിയൊരു ഉത്സവമായി. മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഓണമുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എവിടെയും എല്ലാ പ്രദേശങ്ങളിലും ഓണാഘോഷങ്ങൾ. ഇപ്പോഴൊക്കെ ഞങ്ങളൊക്കെ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ ആശംസകൾ, ഇന്നലെ മെക്സിക്കോയിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഓണം സംഘടിപ്പിക്കുകയാണ്, ഒരു ആശംസ പറയണമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും മലയാളികളുള്ള പ്രദേശങ്ങളിലൊക്കെ ഓണം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ ഓർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് അതിന് ഓണം ആഘോഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള കിറ്റുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങുകൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ അവരുടേതായ മേഖലകളിൽ മികച്ച സംഭാവനകൾ കാഴ്ചവെച്ച അവർക്ക് അവാർഡുകളുമൊക്കെ വിതരണം ചെയ്യുന്ന ഈ ചടങ്ങാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത, ഇതിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനം കൂടെ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. കാരണം ശ്രീ സ്നേഹദൂത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. പാവപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നതിനും അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിനും ഇതുപോലെയുള്ള സംഘടനകളുടെ കൂട്ടായ ഒരു ഒത്തുചേരലാണ് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് പലപ്പോഴും കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രസ്ഥാനം എന്നുള്ളത് ചെറിയ പ്രസ്ഥാനമായാലും വലുതായിരുന്നാലും കേരളത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു മനസ്സോടു കൂടിയാണ് ശ്രീ രമേശിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. മാധ്യമ രംഗത്ത് പഴയ കാലഘട്ടമല്ല ഇപ്പോൾ നമുക്കുള്ളത്. പണ്ടാണെങ്കിൽ ഇവിടെ എൻ്റെ സുഹൃത്ത് മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആ കാലഘട്ടത്തിൽ ഞാൻ MBA ഒക്കെ ആയിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു വാർത്ത കൊടുത്താൽ ആ വാർത്ത വരും, അത് പിറ്റേ ദിവസം ആളുകൾ കണ്ട് വായിക്കും. ഇപ്പോൾ അതാണ് ലോകത്തെവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോഴും ആളുകൾ അറിയുന്നു.
പത്രമാധ്യമങ്ങൾ, ഓൺലൈൻ ന്യൂസുകളെല്ലാം, അതുപോലെ തന്നെ വിഷ്വൽ മീഡിയാസ്, എത്ര മാറ്റങ്ങളുണ്ടായിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതിലേക്ക് വേണ്ടി കൂടെയാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. അവരെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. KTDC ചെയർമാൻ, മുൻ ജയ് ഹിന്ദ് ചാനലിന്റെ ചെയർമാൻ എന്നീ വ്യത്യസ്ത മേഖലകളിൽ സേവനം അനുഷ്ഠിക്കുകയും അനേകം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ശ്രീ വിജയൻ തോമസ് അവർകളെ മുഖ്യ പ്രഭാഷണത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ രമേശ്, എത്രയും പ്രിയങ്കരനായ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ ശിവകുമാർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഓണത്തിൻ്റെ വിശേഷങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ അടയാളമായി നാം എല്ലാവരും, മലയാളികളെല്ലാവരും, ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തുണ്ടോ മലയാളികൾ, അവരെല്ലാം ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. അതിന് ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാവരും ഇന്ന് ലോകം മുഴുവൻ മലയാളികളുള്ള സ്ഥലത്തെല്ലാം ഓണാഘോഷം വളരെ ഗംഭീരമായി നടക്കാറുണ്ട്. ഇവിടെ ഈ ശ്രീ രമേശിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഈ ലോകം മുഴുവൻ മനുഷ്യരിന്ന് ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അവശതയുടെയും ഒക്കെ പിടിയിലാണ്. ധാരാളം പൈസ ഉണ്ടാക്കിയവർ, ശ്രീ രത്തൻ ടാറ്റ മുതൽ ഇന്നിപ്പോൾ ബിൽ ഗേറ്റ്സ് വരെ, അവർ സമ്പാദിച്ച മുഴുവൻ കാശ്, ഏകദേശം ചെറിയൊരു അംശം ഒഴിച്ചാൽ ബാക്കി മുഴുവനും ചാരിറ്റിക്ക് വേണ്ടിയും ലോകത്തിൽ കഷ്ടപ്പെടുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർക്കുമായിട്ട് സംഭാവന നൽകുകയാണ്. അപ്പോൾ മനുഷ്യൻ പ്രയത്നിച്ച് എത്ര വലിയ നിലയിലെത്തിയാലും എന്തെല്ലാം ഉണ്ടാക്കി വെച്ചാലും അതുകൊണ്ട് ആർക്കും കൊണ്ടുപോകാൻ സാധ്യമല്ല, അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് തിരിച്ചറിവ് ഇത്രയും വലിയ ആൾക്കാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. ലോകം മുഴുവൻ ഏറ്റവും വലിയ സെലിബ്രിറ്റികൾ, കായിക താരങ്ങൾ, ഇവരെല്ലാം വലിയ വലിയ സമ്പത്തുള്ളവരാണ്. അവരെല്ലാം പാവപ്പെട്ടവരെ എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം ചുരുക്കത്തിൽ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ജീവിതത്തിൽ ഒന്നുമില്ല ബാക്കി. ഈ ചെയ്യുന്ന സഹായങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗപ്പെടുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന്. അപ്പം അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ അവർക്ക് തോന്നിയ ആശയം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്, ഒരു ഗവൺമെൻറ്റിനും ജനങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. അത്ര വലിയ സഹായമൊന്നും ചെയ്യാൻ ആർക്കും പറ്റത്തുമില്ല. സംസാരിക്കാം, അല്ലെങ്കിൽ ആവശ്യപ്പെടാം. പക്ഷെ അതുകൊണ്ടൊന്നും ഇതുപോലുള്ള സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും മറ്റുമൊക്കെയാണ് പാവപ്പെട്ട ജനങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും. അവരെ കൊണ്ട് കഴിയുന്ന, എല്ലാവർക്കും എല്ലാം സാധ്യമല്ല, അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അത്രത്തോളം മറ്റുള്ളവർക്ക് സഹായകരമാവും. ഇന്ന് ആരോഗ്യ മേഖലയിൽ എന്തുമാത്രം രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസ്, മറ്റ് ഡയാലിസിസ് ചെയ്യുന്നവർ, ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർ, അങ്ങനെ ക്യാൻസർ, മനുഷ്യ ജീവിതത്തിൽ എത്ര ശതമാനം പിടിച്ചു കൊടുക്കുന്ന ക്യാൻസർ രോഗം, ഇതൊക്കെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ പ്രശ്നത്തിലാകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ആളുകൾക്ക് സഹായങ്ങൾ എത്ര തന്നെ ചെയ്താലും മതിയാവാത്ത പുതിയ പുതിയ ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ മനസ്സുള്ളവർ സമൂഹത്തിൽ അവർക്ക് പറ്റുന്ന സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ ചെറിയ കാലയളവിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ചെറിയ കാലയളവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം. ആധുനിക ലോകത്ത് ധാരാളം വെല്ലുവിളികൾ നേരിടുന്നു. ആർക്കും ആരോടും പ്രതിബദ്ധതയില്ല, കുടുംബത്തോടില്ല, സാമൂഹ്യ പ്രവർത്തനത്തിലും ഒരു പരിധിവരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വഴിവിട്ട് പോകുന്ന നമ്മുടെ യുവതലമുറയൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളെന്നും മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. മാധ്യമങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു വിഭാഗം. എന്നാൽ അതിന് തക്ക രീതിയിലുള്ള അവരുടെ സപ്പോർട്ടൊക്കെ വളരെ കുറവാണെന്ന് നമ്മളെല്ലാം ഈ അടുത്ത കാലത്ത് കാണുന്ന പത്രവാർത്തകളിലും ചാനലുകളിലെ വാർത്തകളിലും ഒക്കെ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഈ ലോകം മുഴുവൻ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ 24 ചാനലിൻ്റെ ന്യൂസിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് തന്നെ മാതൃകയാവട്ടെ. ഇന്നിവിടെ അവാർഡ് സ്വീകരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എനിക്ക് അവരെപ്പറ്റി കൂടുതൽ അറിയാം. അവരുടെ ചുറ്റുപാടും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമൊക്കെ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ആരെയും ഭയപ്പെടാതെ അവർ നടത്തുന്ന അതിൻ്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവർ നേരിടാറുണ്ട്. എന്നാൽ പോലും ധൈര്യസമേതം അത് മുമ്പോട്ട് കൊണ്ടുപോവുകയും
തങ്ങളുടെ കർത്തവ്യത്തിൽ വളരെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നന്ദി. സമൂഹത്തിൽ നന്മ നിറഞ്ഞ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യക്തിത്വം പ്രകടിപ്പിച്ച വ്യക്തികളെ EN24 ന്യൂസ് ചാനലിന്റെ സ്നേഹദൂത് പുരസ്കാരം നൽകി ആദരിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്റ്റൈലസ് അക്യൂപങ്ചർ വെൽനസ് റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടറും അക്യൂപങ്ചർ സ്പെഷ്യലിസ്റ്റുമായ ചന്ദ്രൻ പൂച്ചർകാട് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്ക്രീൻ പാർക്ക് MD രാജേതൻ അവർകളെ ക്ഷണിക്കുന്നു. കാൽ നൂറ്റാണ്ടിലേറെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. നല്ലൊരു കൈയടി കൊടുക്കാം. ബയോഗ്യാസ് ഇൻസിനറേറ്റർ രംഗത്ത് തനിസൻ ബയോഗ്യാസ് ഉടമ RS വിവേകിനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 40 വർഷമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ദീപ ഹോം നേഴ്സിംഗ് MD രാജാദാസ് അവർകളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹദൂത് മാധ്യമ പുരസ്കാരത്തിലേക്ക് കടക്കുകയാണ്. കേരള വിഷൻ ന്യൂസ് സീനിയർ ക്യാമറമാൻ ഷാൻ JS. സ്വന്തം അതിജീവന കഥ പുസ്തകമാക്കിയ ധനുജകുമാരിയുടെ എഴുത്ത് യാത്ര എന്ന സ്റ്റോറിക്ക് മികച്ച ദൃശ്യാവിഷ്കാരം നടത്തിയെന്ന് നല്ലൊരു കയ്യടി എടുക്കാം. കേരള കൗമുദി, വീക്ഷണം, ദേശാഭിമാനി, മംഗളം എന്നീ പത്രങ്ങളിൽ ജേർണലിസ്റ്റായി ജോലി ചെയ്തിട്ടുള്ളതും മഹാത്മാ ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ മനോജ് വാസുദേവന് മാധ്യമപ്പ് പുരസ്കാരം നൽകി ആദരിക്കുന്നു. PRDയുടെയും CDയുടെയും പ്രധാനപ്പെട്ട വർക്കുകളുടെ മികച്ച ക്യാമറാമാനായ ജോയി വഴിയുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ രാജൻ അവർക്ക് ബഹുമാനപ്പെട്ട വിജയൻ തോമസ് സാർ പുരസ്കാരം നൽകുന്നു. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം എല്ലാ ക്യാൻസർ പേഷ്യന്റിനും എല്ലാ മാസവും 5000 രൂപ വീതം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. ഞങ്ങൾ നൽകുന്നത് ഇതൊരു പുരസ്കാരമല്ല, ഞങ്ങളുടെ സ്നേഹമാണ്, അത് അറിയിക്കുകയാണ്. ഞങ്ങൾ ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹത്തെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ശ്രീ വിജയൻ തോമസ് അവർക്ക് ഞങ്ങളുടെ സ്നേഹമാണ് അടുത്തതായി നൽകുന്നത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, ആദ്യമൊക്കെ ചാനലിന്റെ കാര്യം ചോദിക്കുമായിരുന്നു, പിന്നെ ചാനലിന്റെ കാര്യം ചോദിക്കത്തില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്, അത് അങ്ങനെ ആദ്യം ചോദിക്കുന്നത്. ഏറ്റവും ആദരണീയനായ യോഗത്തിന്റെ അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്ത് EN24 ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രീ രമേശ് പി ദേവ്, സ്വാഗതം ആശംസിച്ച മനോജ് വാസുദേവ്. ഇന്ന് ഈ ചടങ്ങ്
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മെ ധന്യമാക്കിയ കേരളത്തിൻ്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ VS ശിവകുമാർ സാർ, ശ്രീ വിജയൻ തോമസ് സാർ, ശ്രീ രാജൻ RCC, റെനി രമേശ് തുടങ്ങി ഈ വേദിയും സദസ്സിനെ അലങ്കരിക്കുന്ന മാധ്യമ രംഗത്തെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളെ, സുഹൃത്തുക്കളെ, ദീർഘമായൊരു പ്രസംഗത്തിൻ്റെ വേദിയല്ല എന്നെനിക്കറിയാം. പലയിടത്തും പോകുമ്പോൾ, ഈ പ്രസംഗിക്കാൻ പോകുമ്പോൾ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഇതുപോലത്തെ ഒരു പ്രസംഗപീഠത്തിൻ്റെ മേൽഭാഗത്തൊരു തുണ്ട് പേപ്പറിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നു, സെല്ലോ ടേപ്പിൽ ഒട്ടിച്ചു വെച്ചിരിക്കുക. ആരോ വെച്ച് മറന്നുപോയെന്ന് ആദ്യം വിചാരിച്ചത്. മനഃപൂർവ്വമായിട്ട് അവിടെ എഴുതി ഒട്ടിച്ച് മലയാളത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു: പെട്ടെന്ന് നിർത്തിയാൽ പിന്നെയും വിളിക്കാം. അത് എല്ലാ പ്രസംഗകർക്കും ഒരു പാഠമാകണം. ഈ നല്ല ഓണത്തിൽ നിങ്ങൾ ഇത്രയും നേരം മസിൽ പിടിച്ചിരുന്നുകൊണ്ട് ഞാൻ വന്ന് ചിരിച്ചോട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ സുഹൃത്ത് ശ്രീ രമേശ് എന്നെ എല്ലാ പരിപാടികളിലും വിളിക്കുകയും എന്നോടൊപ്പം നല്ല ഒരു സുഹൃത്തായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് വളരെ മഹനീയമായ ഒരു ചടങ്ങ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പല മീറ്റിങ്ങുകളും ദീർഘമായ നേരം നീണ്ടുപോകുന്ന മീറ്റിങ്ങുകൾ, ഇവിടെ നല്ല പാട്ടുകളും മറ്റ് തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും അതോടൊപ്പം തന്നെ ഒരു വലിയ സ്നേഹദൂത് നൽകുകയും ചെയ്തു. ദൂത് എന്ന് പറഞ്ഞാൽ സന്ദേശമാണ്. ആ സന്ദേശം വാക്കുകളിലൂടെ കൊടുക്കുന്നതിന് പകരമായി കിറ്റുകളിലൂടെ, മെമൻറ്റോകളിലൂടെ ആ സ്നേഹത്തിൻ്റെ ദൂത് കൊടുക്കുമ്പോൾ ഏറെ സന്തോഷമാണ്. പണ്ട് APJ അബ്ദുൽ കലാം ആന്ധ്ര നിയമസഭയിൽ പോയപ്പോൾ അദ്ദേഹം ഒരു പ്രസംഗിച്ചു. സ്കൂളിലെ കുറേ കുട്ടികൾ ഇങ്ങനെ മത്സരത്തിന് വന്നു. നമ്മളെപ്പോലെ ആരോഗ്യമുള്ളവരല്ല, അംഗവൈകല്യമുള്ളവരുടെ മത്സരമായിരുന്നു. അദ്ദേഹം അവിടുത്തെ MLA-മാരോട് പറഞ്ഞതാണ് എന്താണ് ചാരിറ്റി അല്ലെ എന്താണ് സാമൂഹിക പ്രവർത്തനമെന്ന്. 9 സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ, കൈയും കാലും തളർന്നവരിങ്ങനെ ഒരു ട്രാക്കിൽ നിരത്തി നിർത്തി 9 കുട്ടികൾ ഇങ്ങനെ ഓടുക. വിസിലടിച്ചു, ഏന്തിയും വലിഞ്ഞും കുഞ്ഞുങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പതുക്കെ ഓടിയപ്പോൾ മുമ്പോട്ട് ഓടിയ ഒരു കുട്ടി കാൽ വഴുതി താഴെ വീണു. നമുക്കാണെങ്കിൽ നമ്മളോടൊപ്പം മത്സരിക്കുന്ന ഒരാൾ തോറ്റുപോയാൽ സന്തോഷമാണ്, പിന്നെ ബാക്കി 8 പേരോട് 7 പേരോട് മത്സരിച്ചാൽ മതിയല്ലോ എന്നാവും. ഇവിടെ കണ്ട ഒരു കാഴ്ച അബ്ദുൽ കലാം പറഞ്ഞത് ഇങ്ങനെയാണ്: ആ 9 പേരിൽ ഒരാൾ കാൽ വഴുതി താഴെ വീണപ്പോൾ മുമ്പോട്ടോടിയ 8 പേരും ഓട്ടം നിർത്തി. കൈയടിച്ച് ആരവം മുഴക്കിയ കാണികൾ അത്ഭുതം കൂറുകയാണ്. എന്തിനാണ് ഈ ഒരു കുട്ടി വീണപ്പോൾ മറ്റേ കുട്ടികൾ ഓട്ടം നിർത്തിയത്? അംഗവൈകല്യമുള്ളവരാണെന്ന് ഓർക്കണം. തങ്ങളോടൊപ്പം ഓടി കാൽ വഴുതി ഒരുവൻ താഴെ വീണപ്പോൾ മുമ്പോട്ടോടി 8 പേരും ഓട്ടം നിർത്തി. അവർ തിരിച്ചു വന്നിട്ട് ഈ കൊച്ചു മിടുക്കനെ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുനീർ വീഴുന്നവനെ പിടിച്ചെണ്ണീപ്പിച്ച് നിർത്തിയിട്ട് അവരുടെ ഒരു അടി മുന്നിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു: മോനെ, ഇനി നീ ഒന്നാമതെത്തേണ്ടത്, ഞങ്ങൾ പുറയിൽ വന്നുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഈ നല്ല ഓണത്തിന് നൽകേണ്ട സന്ദേശം അതാണ്. നമ്മളോടൊപ്പം ഓടാൻ കരുത്തില്ലാത്ത, കഴിവില്ലാത്ത ആളുകൾക്ക് ഒരു ചെറിയ താങ്ങായി ഞാൻ പുറകെ വന്നോളാം, നീ മുന്നോട്ട് ഓടിക്കൊള്ളുക എന്നുള്ള ഒരു സന്ദേശം നൽകുവാൻ സാധിക്കുമ്പോൾ അത് ഏറ്റവും ധന്യമായ നിമിഷമാണ്. ഈ ഓണാഘോഷ വേള ധന്യമായി തീരട്ടെ. ഇത്തരത്തിൽ ഒരു സന്തോഷം പങ്കിടുന്നത്, ചെറിയ സന്തോഷമായാലും വലിയ സന്തോഷമായാലും, പരസ്പരം പങ്കിടുമ്പോൾ, പരസ്പരം സ്നേഹിക്കുമ്പോൾ, പരസ്പരം കരുതുമ്പോൾ അത് ഏറ്റവും ധന്യമായ നിമിഷമാണ്. പ്രാർത്ഥനാ ഗാനം ഇങ്ങനെ പണ്ട് നമ്മൾ പാടിയിട്ടുണ്ട്: കരുണാതൻ കാതലേ കൈതൊഴാ, സ്നേഹക്കടലേ നീ സാദരം കൈതൊഴാ, മഹിമാതൻ കോവിലേ കൈതൊഴാ, തൊഴമഹിതൻ വെളിച്ചമേ കൈതൊഴാ, ഒരു ചേറു കൈത്തിരിയേന്തി ഞാൻ നിന്നരികിൽ വന്നർച്ചനയ്ക്കെത്തവേ, കനിവിൻ കടാക്ഷങ്ങളേകി നീ കരളിലാമൃതം പൊഴിക്കണേ. അവിവേകശാലികൾ പാപികൾ ഞങ്ങൾ അഹിതങ്ങൾ വല്ലതും ചെയ്യുകിൽ, കനിവിൻ കാടാശ പ്രകാശമേ ഞങ്ങൾ കരുളേണം മാപ്പു നീശ്വര, ഞങ്ങൾ കരുളേണം മാപ്പു നീശ്വര. ജയ് ഹിന്ദ്. ഇന്നിവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൂടാതെ നിങ്ങൾക്ക് ആർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും RCCയിൽ പാവപ്പെട്ട പേഷ്യൻ്റ് വല്ലതും ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കാം. ഞാൻ അവിടെ ചാരിറ്റിയാണ് 20 വർഷം ചെയ്തത്. എന്താവശ്യത്തിനും അവർക്ക് ഏത് പേഷ്യൻ്റ് ഉണ്ടെങ്കിലും എന്നെ സമീപിച്ച് എന്നെ വന്ന് കണ്ടാൽ എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ശിവകുമാർ സാറ്
2012 മുതൽ 2016 വരെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയായിരുന്നത്. ആ സമയത്ത് സാർ എന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു പോസ്റ്റിൽ നിയമിക്കുകയുണ്ടായി. സാറിന് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നിയമസഭയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ സാറാണെന്ന് ഒപ്പിട്ട് എന്നെ ആ പോസ്റ്റിൽ ഇരുത്തിയത്. ഞാൻ 10 വർഷത്തോളം ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആശംസ, എല്ലാവർക്കും ഓണാശംസ നേരുന്നു. ഞാൻ എൻ്റെ ആശംസ ഒരു പാട്ടിലൂടെ, സാറിൻ്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞു, ഒരു പാട്ടിലൂടെ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. ആദ്യം ഒറ്റ വാക്കിൽ നന്ദി പറയാന്നാണ് വിചാരിച്ചത്. എന്നാലും എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചായാലും ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചായാലും നമുക്ക് ഒരു സന്തോഷത്തിനുപരി ഒരു വിഷമഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് ഓടിച്ചെന്ന് നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ ഒരു കേൾക്കാൻ മനസ്സ് കാണിക്കുന്നതിന് വലിയൊരു കാര്യമാണ്. അത് കേൾക്കുക മാത്രമല്ല, എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് ഞങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞു തരുന്ന ഞങ്ങളെ ഒരു കാരണവരെ പോലെ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനെ പോലെ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന VS ശിവകുമാർ സാറിന് ഈ തിരക്കിനിടയിലും ഈ പ്രോഗ്രാമിന് വന്നു ചേർന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ബിസിനസ് തിരക്കുമായിട്ട് ഓടി നടക്കുന്ന വ്യക്തിയാണ് വിജയൻ തോമസ് സാറ്. അപ്പം നല്ല തിരക്കുണ്ടാവുമ്പോഴും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് ഡോറ് തട്ടുമ്പോൾ ഞങ്ങൾക്ക് തുറന്നു തന്ന് ഞങ്ങളോടൊപ്പം ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് എന്താ ചെയ്യാൻ പറ്റുന്നൊക്കെ ആലോചിച്ച് ചെയ്തു തരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ ഒരു അവസരത്തിൽ എൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം രാജൻ ചേട്ടൻ, ആ ചേട്ടനും ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. പ്രൈം ബിൽഡേഴ്സ് സാജൻ സാറ്, മനോജ് സാറ്, അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന പുരസ്കാരത്തിന് അർഹരായ എല്ലാവർക്കും, ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ദൈവത്തിന് നന്ദി.